Hi everyone. In this video, I would like to discuss about the absorption of overheads. ഈ വീഡിയോയിൽ ഞാൻ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് ഈസ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ steps in overhead accounting. That is under steps in overhead accounting or steps in the distribution of overheads. Mainly there are 5 steps. That is, first one is classification of overhead, second one is codification and collection of overheads, third one is allocation and apportionment of overheads. അപ്പോൾ allocation and apportionment of overheads എന്ന സ്റ്റെപ്പിന് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആഫ്റ്റർ ദി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ആണ്. ദാറ്റ് ഈസ് ദി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ്. ദെൻ ആഫ്റ്റർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. Okay, mainly there are 2 departments, that is production department and service department. അപ്പോൾ നമ്മൾ ഓവർ ഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നതാണ്, അലോക്കേറ്റ് ചെയ്ത് നൽകുന്നതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഓവർ ഹെഡ്സിനെ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നതാണ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ട് എന്തില്ല, ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഔട്ട്പുട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കോസ്റ്റ് ആ പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്ന പ്രോസസ്സിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞിട്ട് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റിനെ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും ഡിവൈഡ് ചെയ്ത് നൽകുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അബ്സോർപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് കോസ്റ്റ് വന്നാലും അത് ഗുഡ്സ് വിറ്റിട്ടാണ്, ഗുഡ്സ് സെയിൽ ചെയ്തിട്ടാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിലൂടെ അല്ലെങ്കിൽ സർവീസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റിക്കവർ ചെയ്യണത്. അപ്പോൾ ഈ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഓവർ ഹെഡ്സിനെ ഓരോ യൂണിറ്റിനും, അതായത് ഓരോ പ്രൊഡക്റ്റ് യൂണിറ്റിനും അല്ലെങ്കിൽ ഓരോ ജോബിനും ഓരോ പ്രോസസ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അബ്സോർപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, it is the process of distributing the overheads of production department to the units produced or jobs carried out in the department. അതായത് ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ ജോബാണോ അല്ലെങ്കിൽ പ്രോസസ്സാണോ അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ ആ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റ്സിനും അല്ലെങ്കിൽ ഓരോ ജോബിനും ഓരോ പ്രോസസ്സിനും ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുക എന്നുള്ളതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 100 യൂണിറ്റ് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ യൂണിറ്റിനും നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിൽ അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ 100 യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഫിറ്റിൽ ഈ ഓവർഹെഡ് കോസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓവർഹെഡ് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നത്. സോ അതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് സിംപ്ലി മീൻസ് ചാർജിങ് ഓവർഹെഡ്സ് ഓഫ് എ കോസ്റ്റ് സെൻറ്റർ ടു ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്സ്. അപ്പോൾ ഒരു കോസ്റ്റ് സെൻറ്റർ അതിൻ്റെ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്സിലേക്ക് ഈ ഓവർഹെഡ്സ് ചാർജ് ചെയ്യുക, അതായത് ടോട്ടൽ ഓവർഹെഡ്സ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അബ്സോർപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ടു വിച്ച് കോസ്റ്റ് ക്യാൻ ബി ചാർജ്ഡ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവാം അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ്, ഇപ്പോൾ നമ്മൾ ബേസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നത്. അപ്പോൾ ഒരു
ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ നമ്മൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലും ഈ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർ ഹെഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകിയിട്ടുള്ള ഓവർ ഹെഡ്സിനെ ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി യൂണിറ്റ് ഇൻ വിച്ച് ദി കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻഡ്. എന്തിലാണോ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ KG ആവാം, യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ പെർ ബാഗ് ആവാം, ജോബ് ആവാം, പ്രോസസ്സ് ആവാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതിലാണോ അതിനെ മെഷർ ചെയ്യുന്നത് അതാണ് യൂണിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ യൂണിറ്റിലേക്കും കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുക എന്നുള്ളതാണ് അബ്സോർപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ത്രൂ ദിസ് ഈച്ച് യൂണിറ്റ് or job for the cost center gets share of overhead of the total overhead of that cost center. That is, under absorption of overhead, ഓരോ യൂണിറ്റിനും അല്ലെങ്കിൽ ഓരോ ജോബിനും ഓഫ് ദി കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ ജോബിനും ഓരോ പ്രോസസ്സിനും ടോട്ടൽ ഓവർ ഹെഡിൻ്റെ ഒരു ഷെയർ ഓഫ് ഓവർ ഹെഡ് ഏതിലൂടെ ലഭിക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോസ്റ്റ് സെൻറ്ററിലെ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ യൂണിറ്റിനും ഓരോ ജോബിനും ഓരോ പ്രോസസ്സിനും ടോട്ടൽ ഓവർ ഹെഡിൻ്റെ ഒരു ഷെയർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് ശേഷം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് ശേഷം നെക്സ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ് കോസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റിലേക്കും ഓവർ ഹെഡിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകും. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി ഓവർ ഹെഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് to the units produced jobs carried out in the department. Then next, it is a special type of apportionment. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അപ്പോർഷൻമെൻ്റ് ആണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിക്കവറി ഓഫ് ഓവർ ഹെഡ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് ഓവർ ഹെഡ് റേറ്റ്സ്. ദെൻ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് നമ്മൾ നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഓവർ ഹെഡ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ വാട്ട് ഈസ് ഓവർ ഹെഡ് റേറ്റ്? ഓവർ ഹെഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേറ്റിനെയാണ് ഓവർ ഹെഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ശേഷം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചിട്ടുള്ള ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റിനെ അതത് കോസ്റ്റ് യൂണിറ്റിലേക്ക്, അതായത് ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലേക്കും, അതായത് ഔട്ട്പുട്ടിൻ്റെ ഓരോ യൂണിറ്റിലേക്കും അല്ലെങ്കിൽ ഓരോ ജോബിലേക്കും ഓരോ പ്രോസസ്സിലേക്കും ഈ ഓവർ ഹെഡ് കോസ്റ്റിനെ വീണ്ടും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേറ്റിനെയാണ് ഓവർ ഹെഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, it refers to the rate at which the overheads are to be charged to different cost units. അതായത് ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്കും നമ്മൾ ഓവർ ഹെഡിന് ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേറ്റിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓവർ ഹെഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി ഓവർ ഹെഡ്സ് ടു ബി അബ്സോർബ്ഡ് ബൈ ദി സ്യൂട്ടബിൾ ബേസിസ്. അപ്പോൾ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റിനെ സ്യൂട്ടബിൾ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓവർ ഹെഡ് റേറ്റ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓവർ ഹെഡ് കോസ്റ്റ് ദാറ്റ് ഈസ് ഓവർ ഹെഡ് ടു ബി അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു ഒരു 1000 rupees ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദി സ്യൂട്ടബിൾ ബേസ് ഹിയർ ഈസ് വർക്കിംഗ് ഹവേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്യൂട്ടബിൾ ബേസ് എന്ന് പറയുന്നത് വർക്കിംഗ് ഹവേഴ്സ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ആണ്. സോ
ഹിയർ ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ സ്യൂട്ടബിൾ ബേസിസ് ദാറ്റ് ഈസ് വർക്കിംഗ് ഹവർ. അപ്പോൾ ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 1000 രൂപ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഹവർ എന്ന് പറയുന്നത് 100 ഹവേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റുപ്പീസ് 10. അപ്പോൾ ഇവിടെ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപയാണ്. അതായത് ഈ 10 രൂപേൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ യൂണിറ്റിനും 10 രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർ ഹെഡിനെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 100 ആണ് അതിൻ്റെ യൂണിറ്റ് എങ്കിൽ അപ്പോൾ 100 ഇൻറ്റു 10 ആണ്, ദാറ്റ് ഈസ് 1000 രൂപയാണ് അതിൻ്റെ എന്ത് വരുന്നത്? ഓവർ ഹെഡ് എക്സ്പെൻസ് നമ്മൾ അബ്സോർപ്ഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ് റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അപ്ലിക്കേഷൻ ഓർ റിക്കവറി ഓർ അബ്സോർപ്ഷൻ റേറ്റ്. അപ്പോൾ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റിനെയാണ് ഓവർ ഹെഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അപ്ലിക്കേഷൻ റേറ്റ്, റിക്കവറി റേറ്റ് ആൻഡ് അബ്സോർപ്ഷൻ റേറ്റ്. Then next is types of overhead rate. That is mainly there are 4 types of overhead rate. ടൈപ്സ് ഓഫ് ഓവർ ഹെഡ് റേറ്റിൽ മെയിനായിട്ട് 4 ടൈപ്പാണ് വരുന്നത്. ഫസ്റ്റ് വണ് ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ്, സെക്കൻഡ് വൺ പ്രീ ഡിറ്റർമിൻ റേറ്റ്, തേർഡ് വൺ സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ്. ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റീൻ്റെ അല്ലെങ്കിൽ ആക്ച്വൽ ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ ലഭിച്ചിട്ടുള്ള ടോട്ടൽ ഓവർ ഹെഡ് എക്സ്പെൻസിനെ അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഓവർ ഹെഡ് റേറ്റിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദി ഓവർ ഹെഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ് ബൈ ദി ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ ആക്ച്വൽ വാല്യൂ ഓഫ് ദി ബേസ് സെലക്റ്റഡ്. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. ദെർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ആക്ച്വൽ ഓവർ ഹെഡ് റേറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓവർ ഹെഡ് റേറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. രണ്ടാമത്തെ ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണ്. പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഓവർ ഹെഡ് റേറ്റിനെയാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ടാവും. ആ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഓവർ ഹെഡ് റേറ്റും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഈസ് ദി റേറ്റ് which is determined in advance of the actual production and it is computed by dividing the budgeted overheads for the accounting period by the budgeted base for the പീരിയഡ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബഡ്ജറ്റഡ് ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ബേസ് ഫോർ ദി പീരിയഡ്. അപ്പോൾ ആ ബഡ്ജറ്റഡ് ഓവർ ഹെഡ്സ് എത്രയാണോ അതിന് ബഡ്ജറ്റഡ് ബേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ പീരിയഡിലെ ബഡ്ജറ്റഡ് ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ലഭിക്കും. അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണ അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഓവർ ഹെഡ് റേറ്റിനെയാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. വെൻ എ സിംഗിൾ റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫോർ ദി ഫാക്ടറി ആസ് എ ഹോൾ ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. അതായത് ഒരു ഫാക്ടറിക്ക് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സിംഗിൾ റേറ്റ് ഓവർ ഹെഡ് റേറ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കോസ്റ്റ് സെൻറ്ററിനും ഈ ഒരൊറ്റ സിംഗിൾ റേറ്റ് ആയിരിക്കും നമ്മൾ അബ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് റേറ്റ് എന്നുള്ളത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് ഓവർ ഹെഡ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ അപ്ലൈഡ് ഫോർ ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റർ. അതായത് കോസ്റ്റ് സെൻറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ
ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ കോസ്റ്റ് സെൻറ്ററിനും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ റേറ്റ് ഡിഫറെൻറ്റ് റേറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൾട്ടിപ്പിൾ റേറ്റ്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് മൾട്ടിപ്പിൾ റേറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ. ദെൻ ടൈപ്സ് ഓഫ് അബ്സോർപ്ഷനിൽ മെയിനായിട്ട് 3 ടൈപ്പാണ് വരുന്നത്. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്, 2 അബ്സോർപ്ഷൻ ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ആൻഡ് തേർഡ് വൺ ഈസ് അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ദെൻ അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് നമ്മൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് സെൻറ്ററിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എല്ലാം ഇതുപോലെ കോസ്റ്റ് യൂണിറ്റ്സിന് ചാർജ് ചെയ്ത് നൽകും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.